അണ്ണ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാലേ കാര്യങ്ങൾ നീങ്ങത്തുള്ളൂ കേട്ടാ. എടാ ഇവന് ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പം പണ്ടേ പറയല്ലേ. അതെങ്ങനെ അവളെ കാണുമ്പോ ഇപ്പൊ പൂക്കല പോലെ വിറയ്ക്കുന്നത്. കാലം ഇത്രയായില്ലേ, ഒരു ചിരിക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നീക്കാനായിട്ട് അണ്ണനെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഇവിടെ അതിനൊരു വഴി പറഞ്ഞു തരാൻ വേണ്ടി ഈ കുപ്പിയൊക്കെ മേടിച്ചിരുന്നു, മനസ്സിലായോ? അതിനുള്ള വഴിയല്ലേ ഈ കിടന്ന് ആലോചിക്കുന്നത്. അതിന് ഈ ഒരു കുപ്പിയൊന്നും പോരാ. കുഴിക്കടാ കുഴിക്ക്, നനഞ്ഞന കുഴിക്കാറുണ്ടല്ലോ. കുട്ടനാട്ടിൽ നിന്നെ പോലെ ഒരു മിടുക്കൻ വേറെ ഇല്ല. വർത്താനം കേട്ടു. വർത്താനം കൂട്ടുകാരന്റെ മനസ്സിലെ വിഷമം മനസ്സിലാക്കാതെ വെറുതെ തോളത്ത് കയറ്റിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നാളെ തന്നെ ഞാൻ അണ്ണന് വേണ്ടി ഇടവഴിയിൽ വല വിരിച്ചിരിക്കും. നീ വല വിരിക്കോ? എന്നാ ഇവന് വേണ്ടി ഒറ്റാലുമായിട്ട് ഞാൻ നാളെ പാലത്തിന്റെ താഴെ കാണും. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമല്ല. നാട്ടിൽ അത്യാവശ്യം ചീത്തപ്പേരൊക്കെ അണ്ണൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോ എനിക്ക് മാത്രമല്ല, അത്യാവശ്യം ചീത്തപ്പേരെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ തർക്കിക്കൊന്നും വേണ്ട. നീ പ്രേമപരശനാന്നുള്ള വിവരം നമ്മുടെ ശകുന്തള എന്ന് അറിയിക്കണം. അത്രയല്ലേ? നമ്മുടെ ശകുന്തളയല്ല, എന്റെ ശകുന്തള. നിന്റെ ശകുന്തള. അവളെ കെട്ടാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കുകയല്ല. അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ചന്ദ്രപഞ്ചാലിന്റെ നെഞ്ച് വിങ്ങിയിരിക്കുക. അയ്യോ, എന്നിട്ട് ആശുപത്രി കാണിച്ചില്ലേ? അയ്യോ അതല്ല, ശകുന്തളനെ കണ്ടൊരു കാര്യം പറയാൻ. എന്നിട്ട് ആ ചേട്ടാ എവിടെ? ശകുന്തള വരുന്ന കണ്ടോണ്ട് മാറിക്കളഞ്ഞതാ. നാണമാന്നേ. ആണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എങ്ങനെ അറിയാനായിട്ട്? മനസ്സിൽ ഒളിപ്പിച്ചോണ്ട് നടക്കുമല്ലായിരുന്നോ? ഞങ്ങള് പോലും ഇപ്പോഴാ അറിയുന്നത്. 6-7 കൊല്ലമായിട്ട് ശകുന്തള തന്നെയാണ് അണ്ണന്റെ മനസ്സിൽ. അയ്യോ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുതലോ? ഞാൻ അണ്ണനോട് എന്നാ മറുപടി പറയണം? എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ എനിക്കിഷ്ടം സുധാകരേട്ടനെയാ. സത്യം പറയാലോ, കൊച്ചിന്റെ കാര്യം പറയാത്ത ദിവസമില്ല കേട്ടാ. അയ്യോടാ, ഇതൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ. എന്നെ കാണുമ്പോ മിണ്ടാതങ്ങ് പോയിക്കളെ. തന്നെ കാണുമ്പോ അയാൾ അരിഞ്ഞില്ലാതാവൂല്ലേ? ആണോ? പക്ഷെ എന്റെ മനസ്സിൽ വേറൊരാളാ. അത് നടക്കത്തില്ല. ഇത് അറിഞ്ഞ അവൻ തകർന്നു പോവും. എന്റെ മനസ്സിലെ ജോസൂട്ടിച്ചായന. എന്റെ മാതാവേ, വീട്ടിൽ അങ്ങനെയെങ്കിലൊക്കെ സമ്മതിപ്പിക്കാം. പക്ഷെ അച്ഛനും പള്ളിക്കാരും വലിയ പ്രശ്നമാണ്. ഞാനങ്ങ് അങ്ങോട്ട് വന്നാലോ? എന്നിട്ട് അന്നക്കുട്ടിന്നൊരു പേരും അങ്ങ് സ്വീകരിക്കും. അപ്പോഴോ? അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായി. ഈ കടകളൊക്കെ ഞാൻ ഈ ജമ്മത്ത് എങ്ങനെ വീട്ടിൽ തീർക്കും എന്റെ സുധാകര? ഞങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞിന് നിന്റെ പേരിടും സുധാകരൻ. സുധാകരൻ മോനെന്ന് ഞാൻ വിളിക്കും. അതുകൊള്ള ഞാനിപ്പോ പുറത്തായ. നീ എന്നെ പിടങ്ങുന്നതിനാ? ഞാൻ രണ്ടാമത്തോന് പേരിടും ജോസുകുട്ടി. അല്ലണ്ണ, 2 പെൺകുഞ്ഞുങ്ങളായ എന്ത് ചെയ്യും? മൂത്തവക്ക് സുധേന്നും ഇളയവക്ക് ജോസിനെ എന്ന് പേരിടും. പോലെ ദൈവമേ, നിങ്ങളെ ഞാൻ മറക്കുകയല്ലടാ. ഇതുകൊണ്ടൊന്നും രണ്ടുപേരുടെ ഉത്തരവാദിത്വം തീർന്നില്ല. ഞങ്ങൾ രണ്ടാളും ഒന്നാകുന്നത് വരെ എന്റെ കൂടെ ഉണ്ടാകണം നിങ്ങള്. അതന്നെ വർത്താനം പറയുന്നത്. ആമ്പലും വെള്ളവും പോലെ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും കൂടെ തന്നെ കാണും. ഓ മതി, അത് മതി. പിന്നെ ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ തുടങ്ങിയേക്കാം. ഇത് എന്റെ ആത്മാവ് തൊട്ടെഴുതിയ കഥ. നിങ്ങളിത് ശകുന്തളയ്ക്ക് കൊടുക്കണം. 5-6 അക്ഷരത്തെറ്റൊക്കെ കാണും, പക്ഷെ 10ാം ക്ലാസ് തോറ്റ ശകുന്തളയ്ക്ക് ഇത് മതി. ഒരു കാര്യം ഞാൻ പറയാം, പൊട്ടിക്കരുത്, വായിക്കരുത്. ഇത് കൊടുത്തിട്ട് അവളോട് മറുപടി മേടിച്ചു തരണം. തരുമല്ലോ? പിന്നെ
കാവടി പൂനിറങ്ങൾ നെഞ്ഞിൽ ചായുറങ്ങി കണ്ണിൽ മുത്തായി കാതിൽ ചിന്തായി മെയിൽ തിരുക്കണിയായി പുലർക്കാന്തി ചിന്തവേ വിരിയാത്തതെന്തു നീ ഇതളിൽ തുടിച്ചു തുള്ളി നൊന്തരം ആരാരിയണി പന്തലകത്തെ തേനൊരുക്കി തേടിയതാരി അല്ലിത്തേനിലെ കുഞ്ഞോണം ഓണമിളക്കത്തിൽ നീരാടി ഓലപാലം നിന്ന് ചാഞ്ചാടി തളിരും കാണമാടും വേളയിൽ അറിയാത്തതാണി അരിയ മർമരം കണ്ണിൽ മുത്തായി കാതിൽ ചിന്തായി മെയിൽ തിരുക്കണിയായി സ്വന്തം ശകുന്തള. സുധാകര, ഈ പ്രേമം എന്ന് പറയുന്നുണ്ടല്ലോ ഒരു സുഖമുള്ള കാര്യം തന്നെ. കഴിഞ്ഞ 6 മാസമായിട്ട് ശകുന്തള എനിക്ക് എല്ലാ ദിവസവും കത്ത് തരും. പക്ഷെ ചെലവിച്ചിരി കൂടുതല. സാരിയും ബ്ലൗസും പാവാടയൊക്കെ മേടിക്കാൻ എത്ര കാശ് ഞാൻ കൊടുത്തെന്നറിയോ? പക്ഷെ അവളതൊന്നും ഇടുകയല്ല. ഞാൻ മേടിച്ചു കൊടുത്തത് കാരണം ഉണ്ടല്ലോ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതെ അണ്ണാ, പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി വെച്ചിരിക്കുമായിരിക്കും. വീട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാ മേടിച്ചതെന്നൊക്കെ പറയണ്ടേ? അത് ശരിയല്ലേ. കല്യാണത്തിനെ കുറിച്ച് വല്ല എഴുതിയിട്ടുണ്ടോ? കല്യാണത്തെ കുറിച്ചൊന്നും ഇല്ലില്ല. എവിടാ അതിന് കല്ലിന് കെട്ടിച്ചു കൊടുത്താൽ പോലും ചന്ദ്രപ്പൻ അവിടെ അപ്പം കെട്ടിച്ചു കൊടുക്കുകയല്ല. ഉറപ്പാ. ആർക്ക് വേണം ആ കൊള്ളപ്പലിശക്കാരന്റെ സമ്മതം? ശകുന്തളയോടൊപ്പം സർക്കാരിന് പിരിയുമ്പോ കിട്ടുന്ന കാശും കൊണ്ട് ഞാൻ ശകുന്തള കൂടെ ഒരു മുങ്ങും. എന്നിട്ട് ആലപ്പുഴ ടൗണിനടുത്ത് ഞങ്ങളൊരു വീട് വെക്കും. അപ്പൊ അണ്ണന് ജോലിയൊന്നും വേണ്ട? പിന്നെ ഞാനൊരു കട തുടങ്ങും. ചില്ലിട്ട ഒരു ഒന്നാന്തര പലചരക്ക് കട. AC. ഫ്രണ്ടിലാണെങ്കിൽ ഒരു ചുമല കോയിൻ ഫോൺ. രക്ഷോട്ട് കഴിയുമ്പോ ഞങ്ങളെ ഓർക്കൂടാ. അതെന്ത് വർത്താനോ ഈ പറയുന്നത്? നിങ്ങളൊക്കെ മറക്കുവോ? നിങ്ങൾക്ക് എപ്പോ വെള്ളം അങ്ങോട്ട് വരാം. അരി, മുളക്, പഞ്ചസാര, ജീരകം, ഇഞ്ചി, പച്ചമുളക് എല്ലാം എടുത്തോണ്ട് നോക്കൂ. എന്റെ അണ്ണ പൈസ ഒന്നും തരണ്ടെന്ന്. ശകുന്തളേ, 6 മാസത്തിനകം അവിടെ അപ്പന്റെ കാശ് കിട്ടും. പിന്നെ എല്ലാം പെട്ടെന്നായിരിക്കോടാ. എന്റെ അണ്ണ എന്തുവാണ്? അവളെന്നെ ചതിച്ചണ്ണ. ആര്? ആ ശകുന്തള. 26-ാം തീയതി അവളുടെ കല്യാണമാണെന്ന്. അവള് നിന്നെ ചതിച്ചല്ലേ? ഇത് കേട്ട് അന്നെന്താ ഒരു കൂസലും ഇല്ലാത്തത്? എന്തിനാ ഞാൻ കൂത്തുന്നത്? ചതിച്ചെന്ന് പറഞ്ഞ നിന്നെക്കാട്ടും മുന്നേ ഒരുത്തം വന്ന് അവനാണ് ആ കിടക്കുന്നത്. അണ്ണൻ കൂടെ ചിരിക്കൊന്നും വേണ്ട. അവളെ കെട്ടാൻ പോകുന്നതേ അണ്ണന്റെ അപ്പാപ്പന്റെ മോൻ സുരേഷ.
സുധാരു നടത്തി പറമ്പല്ല നമ്മുടെ സുധർമ്മ ചന്ദ്രന് നന്നായിട്ട് ചെയ്തു സൂപ്പറായിട്ട് ചെയ്തു. ശരിയാണ്, ശരിയാ. പൊന്ന് ചങ്ങാതിമാരെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. നമ്മളത് ജീവിക്കാൻ അനുവദിക്കും, വെറുതെ വിട്. താല്പര്യം ഉണ്ടെങ്കിൽ മതി, അവനവന്റെ തീരുമാനം പോലെ നമ്മള് പറയാനുള്ളതെല്ലാം പറഞ്ഞു. അല്ലാണ്ടിപ്പോ എന്താ പറയാനോ. പോടാ. എന്നാ അവിടെ നിന്ന് എന്ത് പണിയാണ് കാണാൻ കാണിച്ചത്? ഒരുമാതിരി അന്യര് സഹകരിക്കുന്നൊക്കെയല്ലേ എന്റെ കല്യാണം സഹകരിച്ചത്. എന്തേലും മനസ്സിലുണ്ടെങ്കിലേ അത് തുറന്നു പറയണം. അപ്പാപ്പൻ മരിച്ച പിന്നെ ആ സ്ഥാനത്തല്ലേ അണ്ണ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ശകുന്തള അച്ഛന്റെ സ്ഥാനം അനുഗ്രഹം മേടിക്കും. ലോകത്തൊരു കാമുകനും ഈ ഒരവസ്ഥ ഉണ്ടാകരുത്.